So in this case, if the placement of the disk or the size of the zone which it does not allow you to read, നമുക്ക് സോണിന്റെ ഡയമീറ്റർ റീഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, കാരണം ഡിസ്ക് എവിടെയാണോ വെച്ചിരിക്കുന്നത് അതിൻ്റെതും പിന്നെ സോൺ സൈസൊക്കെ കൊണ്ട് കാരണം നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, we can measure from the center of the disk to the point on the circumference of the zone. സെന്ററിന്ന് ആ സോണിന്റെ സർക്കംഫറൻസ് വരെ നമുക്ക് അങ്ങനെ മെഷർ ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഗ്രോത്ത് അപ് ടു ദ എഡ്ജ്, അത് നേരത്തെ ഇതിൽ പറഞ്ഞതാണ്. ഗ്രോത്ത് അപ് ടു ദ എഡ്ജ് ഓഫ് ദ ഡിസ്ക് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ് സോൺ ഓഫ് 0 millimeter. അതേപോലെ തന്നെ പ്രോട്ടിയസ് മിറാബിലിസ് പോലത്തെ ഓർഗാനിസം മീഡിയയിൽ സ്വാമിങ് കാണിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് സോൺ കാണാനും സാധിക്കില്ല, അത് മെഷർ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ignore the thin veil of swarming and measure the outer margin in an otherwise obvious zone of inhibition. Then discrete colonies within this obvious zone of inhibition should not be considered swarming. അതായത് ചിലപ്പോൾ ചില കോളനീസ് കാണാം ഈ സോണിൽ തന്നെ, അത് സ്വാമിങ് അല്ല. ദിസ് കോളനീസ് ആർ ഐദർ മ്യൂട്ടൻ ഓർഗാനിസംസ്, അതായത് ഈ സോണിന്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ കോളനീസ് കാണാം. അപ്പൊ അത് സ്വാമിങ് അല്ല. അതെന്താണ്? ഇറ്റ് ഈസ് ക്യാൻ ബി ഐദർ മ്യൂട്ടൻ ഓർഗാനിസംസ് ദാറ്റ് ആർ മോർ റെസിസ്റ്റന്റ് ടു ഡ്രഗ്. അതായത് അത് മ്യൂട്ടന്റ് ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും സോണിന്റെ അകത്ത് കാണുന്നത്. ഓർ ദ കൾച്ചർ വാസ് നോട്ട് പ്യൂർ, ഒന്നുകിൽ നമ്മൾ എടുത്ത കൾച്ചർ പ്യുവർ അല്ല, അങ്ങനെ ആവുമ്പോൾ കണ്ടാമിനേറ്റഡ് ആവുമ്പോഴും അങ്ങനെ സോണിന്റെ അകത്ത് ഗ്രോത്ത് കാണാം, അല്ലെങ്കിൽ മ്യൂട്ടൻ കോളനീസ് ആയിരിക്കും അത്. ആൻഡ് ദേ ആർ എ ഡിഫറെന്റ് ഓർഗാനിസം. അപ്പൊ അതും മറ്റേ സോൺ ഫോം ചെയ്തത് ഡിഫറെന്റ് ഓർഗാനിസം ആയിരിക്കാം. And it can be determined by repeat testing that the phenomenon repeats itself. The organism must be considered. ഇതേ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യും ഇങ്ങനെ കാണുകയാണെങ്കിൽ, ഇതേ സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ the organism must be considered as resistant to that particular drug. അപ്പൊ ഇങ്ങനെയാണ് zone of inhibition we are reading. Measuring the edge to edge across the zone of inhibition over the center of the disk. അപ്പോൾ ഗ്രോത്ത് ചുറ്റോറുണ്ടെങ്കിൽ നോ സോൺ അറൌണ്ട് ദ ഡിസ്ക് റിപ്പോർട്ടർ ആസ് 0 millimeter. ഇതാവുമ്പോൾ സോൺ സൈസ് നമുക്ക് എഴുതണം. മെഷറിംഗ്, അപ്പോൾ ഈ ഗ്രേ ഷെയ്ഡിങ് റെപ്രസെന്റ് കൺഫ്ലുവന്റ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. വൈറ്റ് സർക്കിൾ ആണെന്ത്? നോ ഗ്രോത്ത്. ഇനി എങ്ങനെയാണ് ഇത് മെഷറിംഗ് പ്രോട്ടോകോൾ ഉണ്ട് ഇതിന്. യൂസിങ് എ റൂളർ യൂസ് ചെയ്തിട്ടായിരിക്കണം. ഓർ കാലിപ്പർ മെഷർ സൈസ് ഈച്ച് സോൺ വിത്ത് അൺഎയ്ഡഡ് ഐ വൈൽ വ്യൂവിംഗ് ദ ബാക്ക്. അതായത് പെട്രി ഡിഷിന്റെ ബാക്ക് സൈഡിൽ നിന്ന് വേണം മെഷർ ചെയ്യാൻ, ഫ്രണ്ടിൽ നിന്നല്ല. അതായത് ലിഡിന്റെ ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഹോൾഡ് എ പ്ലേറ്റ് എ ഫ്യൂ ഇഞ്ചസ് അബവ് എ ബ്ലാക്ക്, അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ടുള്ള നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിരിക്കും. എന്നിട്ട് വേണം നമ്മൾ പ്ലേറ്റ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ. ദ സൈസ് ഓഫ് ദ സോൺ ഓഫ് ദിസ് ഓർഗാനിസം ആന്റിബയോട്ടിക് കോമ്പിനേഷൻ ഈസ് zone for this organism, that is 26 millimeter. Then measuring the alternative. പിന്നെ വേറൊരു ഇത് കാണിക്കുന്നത് ചില വേറെ കിർബി ബോയർ ഡിസ്ക് ഡിഫ്യൂഷൻ സസെപ്റ്റബിലിറ്റി ടെസ്റ്റ് പ്രോട്ടോകോൾ. മെഷറിംഗ് ദ സോൺ സൈസ്, ദറ്റ് ഈസ് an alternative method for measuring zones. If the zones of adjacent antibiotic disc overlap, അതായത് ഈ പിക്ചറിൽ കാണുന്നില്ലേ, രണ്ട് ഡിസ്കുകൾ തമ്മിലുള്ള സോണ് രണ്ടും ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ സോൺ ഡയോമീറ്റർ ക്യാൻ ബി മെഷേർഡ്. ഇതിന്റെ കേസിലാണ് നേരത്തെ പറഞ്ഞ പോലെ ദിസ് ക്യാൻ ബി ഡിറ്റർമിൻ ബൈ മെഷറിംഗ് ദ റേഡിയസ് ഓഫ് ദ സോൺ. റേഡിയസ്, അതായത് ഇതിന്റെ റേഡിയസ് ആണ് മെഷർ ചെയ്യുന്നത്. ഓരോ സോണിന്റെ റേഡിയസ് മെഷർ ചെയ്താലും മതി. മെഷർ ഫ്രം ദ സെന്റർ ഓഫ് ദ ആന്റിബയോട്ടിക് ഡിസ്ക് ടു ദ പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ സോൺ. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് സെന്ററിന്ന്, ഡിസ്കിന്റെ സെന്ററിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ റേഡിയസിൽ മെഷർ ചെയ്യുക. എന്നിട്ട് മൾട്ടിപ്ലൈ ദിസ് മെഷർമെന്റ് ബൈ 2 ടു ഡിറ്റർമിൻ ദ സോൺ ഓഫ് ഇൻഹിബിഷൻ. ഇൻ ദിസ് എക്സാമ്പിൾ റേഡിയസ് ഓഫ് ദ സോൺ ഈസ് 16 millimeter. ഇവിടെ റേഡിയസ് ഇതാ ഈ പിക്ചറിൽ നോക്ക്, ഇതിൽ റേഡിയസ് എന്താ വരുന്നത്? 16 millimeter ആണ്. അപ്പോൾ എന്ത് ചെയ്തു? കാരണം ഇത് ഓവർലാപ്പ് ചെയ്തു, കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെയാണ് നമ്മളെ സോൺ സൈസ് മെഷർ ചെയ്യേണ്ടത്. പക്ഷെ നമ്മളെ തൊട്ടടുത്ത ഡിസ്കിൻ്റെതും ഓവർലാപ്പ് ചെയ്ത് വന്നത് കൊണ്ട് നമുക്ക്
ഒരു സൈഡിൻ്റെ മാത്രം മെഷർ ചെയ്യുക, സെന്ററിന്ന് സർക്കംഫറൻസ്, അതായത് ഒരു റേഡിയസ്, എന്നിട്ട് ഇൻറ്റു 2 അങ്ങനെ ചെയ്താലും മതി. മൾട്ടിപ്ലൈ ദിസ് ബൈ മെഷർമെന്റ് ബൈ 2 ടു ഡിറ്റർമിൻ ദ സോൺ സൈസ് ഓഫ് 32 millimeter. ഇങ്ങനെയാണ്, അതാണ് നേരത്തെ പറഞ്ഞത്. ഇന്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ദ റിസൾട്ട്സ് യൂസിംഗ് ദ പബ്ലിഷ്ഡ് CLSI ഗൈഡ്ലൈൻസ്. അപ്പോൾ ഇതിനായിട്ട് പ്രത്യേക സോൺ സൈസ് ഒക്കെ മെഷർ ചെയ്തു. അപ്പോൾ ഓരോ സോൺ സൈസ് ഇന്നതിന് ഒരു നമുക്ക് CLSI ഗൈഡ്ലൈൻസ് ഉണ്ട്. ഇത്ര മില്ലിമീറ്റർ വരുന്നത് റെസിസ്റ്റന്റ്, ഇത്ര സസെപ്റ്റബിൾ, ഇത്ര ഇന്റർമീഡിയറ്റ് സസെപ്റ്റബിൾ, അങ്ങനെ നമുക്കൊരു CLSI ഗൈഡ്ലൈൻസ് ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മൾ റിപ്പോർട്ടിംഗ്, ഇന്റർപ്രിട്ടേഷൻ നടത്താൻ. ഡിറ്റർമിനിങ്, സോ യൂസിംഗ് ദ പബ്ലിഷ്ഡ് CLSI ഗൈഡ്ലൈൻസ് determine the susceptibility or the resistance of the organism to each drug tested. Note that there are different chart. അപ്പോൾ ഓരോ ഓർഗാനിസത്തിനും ഓരോ ചാർട്ട് ഉണ്ട്. അപ്പോൾ ഒരു ഓർഗാനിസത്തിന് സോണിൽ സസെപ്റ്റബിൾ ആണെങ്കിൽ അത് വേറെ ഓർഗാനിസത്തിന് ആ സെയിം സോണ് റെസിസ്റ്റന്റ് ആവാം. അപ്പോൾ ഓരോന്നിനും ഓരോ ഡിഫറെന്റ് ചാർട്ടാണുള്ളത്. സോ ദ റിസൾട്ട്സ് ഓഫ് ദിസ് കിർബി-ബോയർ ഡിസ്ക് ഡിഫ്യൂഷൻ സസെപ്റ്റബിലിറ്റി ടെസ്റ്റ് ആർ റിപ്പോർട്ടഡ്. അപ്പോൾ എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? Susceptible, intermediate or resistant. According to the zone size, we are reporting it as either susceptible or intermediate or resistant. Zone sizes are not reported to physicians. അതായത് നമ്മൾ ആ മൈക്രോബയോളജി റിപ്പോർട്ടിലാണ് അത് എഴുതേണ്ടത്. നമ്മൾ ഡോക്ടർക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ ഡോക്ടർക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യരുതെന്നാണ് പറയണത്. ലാബിൽ നമുക്ക് ടെസ്റ്റിന് വിടുന്നതാണല്ലോ സെൻസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഡോക്ടർക്ക് വിളിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ സസെപ്റ്റബിൾ, ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞിട്ടല്ല. സോൺ സൈസ് ഒന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. നമുക്ക് സസെപ്റ്റബിൾ, ഇന്റർമീഡിയറ്റ്, റെസിസ്റ്റന്റ് അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. ഇന്ന 16 millimeter സോൺ സൈസ് ആണ്, 32 millimeter സോൺ സൈസ് ആണ്, അങ്ങനെയൊന്നും ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡയലൂഷൻ മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഡിഫ്യൂഷൻ മെത്തേഡ് കഴിഞ്ഞു. ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിലെ ഡിഫ്യൂഷൻ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് ഡയലൂഷൻ മെത്തേഡ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.